നമസ്കാരം. ഇന്നലെ പത്തനംതിട്ടയിലെ എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചപ്പോൾ പറഞ്ഞത് CPM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിൽ വലിയ ബഹളവും വാക്പോരും ആയിരുന്നു എന്നാണ്. ഒരു കൗതുകം കൊണ്ട് അതൊന്ന് അന്വേഷിച്ച് ചെന്നപ്പോൾ സംഗതി ശരിയാണെന്ന് മനസ്സിലായി. കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് അവലോകനം ചർച്ച ചെയ്യാൻ അവിടെ ജില്ലാ കമ്മിറ്റി യോഗം ചേർന്നിരുന്നു. ആ യോഗത്തിൽ പാർട്ടി നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനമാണ് നടന്നത്. ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചതാണ് പാർട്ടിക്ക് തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ തിരിച്ചടിക്ക് കാരണമായതെന്നാണ് പ്രധാന നേതാക്കന്മാരെല്ലാം വിമർശിച്ചത്. പാർട്ടി നേരിട്ട പ്രധാന പ്രതിസന്ധികൾക്കെല്ലാം കാരണം അയ്യപ്പ സംഗമമാണ്. ഇടതുപക്ഷ സർക്കാർ ഒരു കാരണവശാലും നടത്താൻ പാടില്ലാത്ത ഒരു പരിപാടിയായിരുന്നു ആ അയ്യപ്പ സംഗമം. സംഗമം നടത്തിയത് പാർട്ടിയുടെ അടിസ്ഥാന നിലപാടുകൾക്ക് വിരുദ്ധമായിരുന്നുവെന്നാണ് പലരും ചൂണ്ടിക്കാട്ടിയത്. പാർട്ടിക്ക് തെരഞ്ഞെടുപ്പിൽ അനുകൂലമാകേണ്ട സാഹചര്യങ്ങൾ അതുകൊണ്ട് മാത്രം പ്രതികൂലമായി ബാധിച്ചുവെന്ന് അംഗങ്ങൾ ചൂണ്ടിക്കാട്ടി. അതുപോലെ സ്വർണ്ണക്കള്ള കേസിൽ അറസ്റ്റിലായ CPM ജില്ലാ കമ്മിറ്റി അംഗവും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റുമായിരുന്ന പത്മകുമാർ, ആ പത്മകുമാറിനെതിരെ നടപടി സ്വീകരിക്കാത്തതിനെതിരെയും വിമർശനം ഉയർന്നു. പത്മകുമാറിനെതിരെ പാർട്ടി എന്ത് നടപടിയാണ് സ്വീകരിച്ചതെന്ന് അംഗങ്ങൾ ചോദിച്ചു. അവരുടെ ചോദ്യം ന്യായമല്ലേ? ഇത്രയും ഗുരുതരമായ ആരോപണം വന്നിട്ടും പാർട്ടി ഈ വിഷയത്തിൽ മൗനം പാലിക്കുന്നത് പ്രവർത്തകർക്കിടയിൽ കടുത്ത അതൃപ്തിയാണ് ഉണ്ടാക്കിയത്. പത്മകുമാറിനെതിരെ എന്തെങ്കിലും നടപടി എടുത്തിട്ടുണ്ടെങ്കിൽ അത് പത്മകുമാറെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ എന്നാണ് അംഗങ്ങൾ ചോദിച്ചത്. പിണറായിയെ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുത്തതിലും അംഗങ്ങൾ വിമർശനം ഉന്നയിച്ചു. ജനങ്ങളെ സ്വാധീനിക്കുന്ന, അവരുടെ വിശ്വാസം പിടിച്ചുപറ്റാൻ കഴിയുന്ന ഒരു നേതാവും പാർട്ടിയിലില്ലെന്നും ഇത്തരക്കാരെ ചിലർ വളർന്നു വരാൻ സമ്മതിക്കാത്തതാണെന്നും വിമർശനമുയർന്നു. അങ്ങനെയും പലരും വിമർശിച്ചു. അതേസമയം പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവായി പോളിറ്റ് ബ്യൂറോ തീരുമാനിച്ചത് വോട്ടെടുപ്പിലൂടെയാണെന്നാണ് പുറത്തു വന്ന റിപ്പോർട്ട്. അതൊരു മലയാള മാധ്യമമാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 17 പേർ പങ്കെടുത്ത PBയിൽ 10 പേരുടെ പിന്തുണയാണ് പിണറായിക്ക് ലഭിച്ചത്. അങ്ങനെയാണ് പിണറായി പ്രതിപക്ഷ നേതാവായതെന്നാണ് ആ റിപ്പോർട്ടിൽ പറയുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ദയനീയ തോൽവി, ആ തോൽവി വിലയിരുത്താൻ ചേർന്ന പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ സംസ്ഥാന നേതൃത്വത്തിനും അതുപോലെ തന്നെ രണ്ടാം പിണറായി സർക്കാരിനുമെതിരെ കടുത്ത വിമർശനമാണ് ഉയർന്നത്. പിണറായിയെ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുത്തിരുന്നില്ല ആ പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ. പുതിയ നേതൃത്വം വരട്ടെ എന്ന പൊതു നിലപാടായിരുന്നു അന്ന് PBക്ക്. എന്നാൽ തെരഞ്ഞെടുപ്പ് അവലോകനത്തിനായി ചേർന്ന സംസ്ഥാന കമ്മിറ്റിയിൽ സർക്കാരിനും പാർട്ടി നേതൃത്വത്തിനുമെതിരെ അതിരൂക്ഷമായ വിമർശനമുണ്ടായെങ്കിലും സെക്രട്ടേറിയറ്റിൽ പ്രതിപക്ഷ നേതാവായി പിണറായിയുടെ പേര് മാത്രമാണ് നിർദ്ദേശിക്കപ്പെട്ടത്. പിണറായിയുടെ പേര് മാത്രമാണ് അവിടെ ഉയർന്നു വന്നത്. ജനറൽ സെക്രട്ടറി MA ബേബി പോളിറ്റ് ബ്യൂറോയുടെ നിലപാട് അറിയിച്ചുവെങ്കിലും മറ്റൊരു പേരും അവിടെ ഉയർന്നു വന്നില്ല. തുടർന്നാണ് സെക്രട്ടേറിയറ്റിന്റെ ആവശ്യം ചർച്ച ചെയ്യാൻ MA ബേബി കഴിഞ്ഞ ദിവസം ഓൺലൈനായി അടിയന്തര PB യോഗം വിളിച്ചു ചേർത്തത്. അങ്ങനെയാണ് ആ മലയാള മാധ്യമം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതിനിടെ പിണറായിയെ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുത്തതിനെതിരെ പാർട്ടി അണികൾക്കിടയിൽ വലിയ രീതിയിലുള്ള എതിർപ്പുണ്ട്. രണ്ടാം പിണറായി സർക്കാർ അധികാരം ഏൽക്കുമ്പോൾ
ദയനീയാവസ്ഥയിലായിരുന്ന കോൺഗ്രസ് അത് രമേശ് ചെന്നിത്തലയെ മാറ്റി വി.ഡി. സതീശനിലൂടെ നേതൃസ്ഥാനം തലമുറ മാറ്റം വരുത്തിയതിന്റെ പരിണിത ഫലമാണ് കോൺഗ്രസിന്റെയും UDF-ന്റെയും ഇപ്പോഴത്തെ വിജയമെന്നാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. അങ്ങനെയാണ് പലരും ചൂണ്ടിക്കാണിച്ചതും വിമർശിച്ചതും. ജനങ്ങൾ വിശ്വാസത്തിലെടുക്കുന്ന യുവ നേതാക്കൾ, അങ്ങനെയുള്ള നേതാക്കൾ CPM-ൽ ഇല്ലെന്നും അത് പാർട്ടിയുടെ സർവനാശത്തിനെ ഇടയാക്കുമെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു. ഇതൊന്നും CPM-ൽ നടക്കാൻ പാടില്ലാത്ത കാര്യമാണ്. ഇങ്ങനെയുള്ള ഒരു ചർച്ചയും CPM-ൽ നടക്കാൻ പാടില്ലാത്തതാണ്. എൻ്റെ അഭിപ്രായത്തിൽ സഖാവ് പിണറായി വിജയൻ തന്നെ പ്രതിപക്ഷത്തെ നയിക്കാൻ നിയമസഭയിൽ ഉണ്ടാകണം. പിണറായിക്ക് പകരം തലമുതിർന്ന മറ്റൊരു നേതാവില്ല. കോൺഗ്രസ് അല്ല CPM. വിമർശിക്കുന്നവർക്ക് എന്തും പറയാം, അവർ വിമർശിച്ചോട്ടെ. പക്ഷേ പ്രതിപക്ഷത്തെ നയിക്കാൻ നിയമസഭയിൽ സഖാവ് പിണറായി വിജയൻ ഉണ്ടാകണം. പിണറായി വിജയൻ തന്നെ പ്രതിപക്ഷത്തെ ഒറ്റക്കെട്ടായി നയിച്ച് അടുത്ത തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം കാഴ്ചവെക്കാൻ അദ്ദേഹത്തിന് സാധിക്കും. അത് ഉറപ്പാണ്.